ഞാൻ VP മേനോൻ. ജയദേവൻ എങ്ങനെയുണ്ട്? ഇത് ഫസ്റ്റ് അറ്റാക്ക് ആവാൻ ന്യായമില്ല. 2 തവണയെങ്കിലും മുമ്പ് വന്നിട്ടുണ്ടാവണം. ശ്രദ്ധിച്ചു കാണില്ല. മേ ബി. പക്ഷേ കിടപ്പായിട്ടില്ല ഒരിക്കലും. ഇഗ്നോർ ചെയ്തിട്ടുണ്ടാവും. 2-3 ബ്ലോക്ക് ഉണ്ട്. ട്രസ്റ്റ് ആണ് പ്രധാനം. അബ്സല്യൂട്ട് ട്രസ്റ്റ്. ബന്ധുക്കളും ആരാധകരും തിക്കി കയറി ശല്യം ചെയ്യാതിരിക്കണം. അത് മേനോൻ മാഷേനെ ശ്രദ്ധിച്ചാൽ മതി. ഞാനുണ്ടാവും ഇവിടെ. പേഷ്യന്റിന്റെ അടുത്ത് നോ ബഡി ഷുഡ് ഗോ. മിസ്സിസ് വേണമെങ്കിൽ കൂടെ നിന്നോട്ടെ. യുവർ മിസ്സിസ് പുള്ളിയുടെ സിസ്റ്റർ ആണല്ലേ? അല്ല, എന്റെ സഹോദരിയാണ് ജയദേവന്റെ ഭാര്യ. എന്തോ കണക്ഷൻ ഉണ്ടെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. നത്തിങ് ടു വറി. ലെറ്റ് us see. ഡോക്ടർ, പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ്. മെഡിക്കൽ കോളേജിൽ നിന്നുള്ള പ്രൊഫസേഴ്സിനെ വിളിക്കണമെങ്കിൽ ഞാൻ ഹെൽത്ത് മിനിസ്റ്ററോട് പറഞ്ഞ് അറേഞ്ച് ചെയ്യാം. ഇപ്പൊ വേണ്ട. വേണമെങ്കിൽ ഞാൻ പറയാം. ബന്ധുക്കൾക്കും കുടുംബക്കാർക്കും ആങ്സൈറ്റി ഉണ്ടാവും. ഐ നോ. ഒരു ബന്ധുവിന്റെ വേവലാതിയല്ല ഡോക്ടർ. അയാൾ അക്ഷരം അറിയാവുന്നവർക്കൊക്കെ ഉത്കണ്ഠ ഉണ്ടാവും. ഹിസ് ലൈഫ് ഈസ് പ്രഷ്യസ് ടു ഓൾ ഓഫ് us. ഐ നോ. ശരിപ്പിക്കോളൂ. ഒരാൾ ചേട്ടനെയും കാത്ത് ഇത്ര നേരം ഇരുന്നു. ഇപ്പോഴാ പോയത്. ആരാ? സാഹിത്യമായിരിക്കണം. പേര് പറഞ്ഞത് KP മാറഞ്ചേരി എന്നോ മറ്റോ ആണ്. ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മാരണം. എന്നാ പ്രസംഗം ഇല്ലാത്തത്? ഉഗ്ര ബോറെന്ന് പറയും, വിളിച്ചാൽ ഏൽക്കുകയും ചെയ്യും. ഇതൊരു വായനശാല വാർഷികം. പിള്ളേരുടെ ഇടപാടാ. ഒരു പയ്യൻ കൊള്ളാവുന്നൊരു കവിത അവതരിപ്പിച്ചു. ആരെങ്കിലും വിളിച്ചിരുന്നോ? കോട്ടയത്തു നിന്നൊരു ട്രങ്ക് ഉണ്ടായിരുന്നു. BP ഇല്ലെന്ന് പറഞ്ഞപ്പോ ക്യാൻസൽ ചെയ്തു. പരിഷത്തുകാരാവും. കോട്ടയത്തും തിരുവനന്തപുരത്തും ഒക്കെ എനിക്ക് കുറച്ച് പണിയുണ്ട്. ഒരു യാത്ര പോണം. പ്രസംഗം, ഡിസ്കഷൻ, കമ്മിറ്റി മീറ്റിംഗ്, അക്കാദമി, അങ്ങനെ പലതും. മലയ്ക്ക് പോയാൽ കൃഷ്ണനേരെ കാണാനില്ലല്ലോ. ഇന്ന് വരേണ്ടതാണ്. ചായ വേണോ? വേണ്ട. ഡിസ്കഷൻ എല്ലാരോടും ഇങ്ങോട്ട് വരാൻ പറയണം. ചേട്ടൻ നാട് മുഴുവൻ ഓടി നടന്ന് സാഹിത്യം നന്നാക്കണോ? ഇവിടെ വെച്ചോ. നന്നായി. ഒക്കെ മാനം മര്യാദയായി അഗാധ വിഷയങ്ങൾ വെച്ച് തുടങ്ങും. വലിയ ഗൗരവം, തർക്കം, പിന്നെ ചിലപ്പോ കള്ളുവെള്ളങ്ങൾ വരും. അപ്പോൾ അറിയാതെ ചിലർക്ക് ശുദ്ധ സംസ്കൃതം വരും. ഇവിടെ വെച്ച് വേണ്ട, നീ ഉള്ളിടത്തോളം കാലം. നിന്നെ കെട്ടിച്ചയച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു പൊടി പൂരം ഉണ്ടാവും. എല്ലാ കിരാതന്മാരും ഇവിടെ ആയിരിക്കും വിഹാരം. അപ്പൊ ചേട്ടന് റിയൽ ഫോമിൽ എനിക്കൊന്ന് കാണാലോ. കെട്ടാൻ വരുന്ന കക്ഷി ആരായാലും എന്റെ നമ്പർ 1 കണ്ടീഷൻ, ഞാൻ സ്ഥിരതാമസം ഇവിടെ. നമ്പർ 2, പുതിയ ഉദ്യോഗം സ്വീകരിക്കുമ്പോൾ പഴയ ഉദ്യോഗം, ചേട്ടന്റെ സെക്രട്ടറി സ്ഥാനം പാർട്ടിയുമായി തുടരുന്നു. പോയി കഞ്ഞിയെടുത്ത് വയ്ക്ക്. സാറിന്റെ അഭിപ്രായത്തോട് എനിക്ക് വിയോജിപ്പുണ്ടെന്ന് ധരിക്കരുത്. പക്ഷേ ഇനിയും ഒരു ഫുൾ ടൈം ജോലി ഏറ്റെടുക്കാൻ എന്നെ കൊണ്ട് വയ്യ. സാറിനെ നിർബന്ധിക്കരുത്. പുതിയ ഓഫ്സെറ്റ് പ്രസ് വരുമ്പോൾ ആഴ്ചപ്പതിപ്പും അതിലാവും. കംപ്ലീറ്റ് ആയിട്ടൊരു മാറ്റം വരുത്തണമെന്ന് ആഗ്രഹം. എഡിറ്ററായിട്ട് ഫുൾ ടൈം ഇരിക്കണ്ട. ദിവസം ഒരു 2 മണിക്കൂർ സ്റ്റാഫിന് ഐഡിയാസ് ഒക്കെ കൊടുത്താൽ മതി. അവർക്ക് ഒരു ഗൈഡൻസും ആവും. വേണ്ട സാർ, ശമ്പളം പറ്റാതെ തന്നെ പുറത്തു നിന്ന് ഞാൻ വേണ്ട ഹെൽപ്പൊക്കെ ചെയ്യാം. വീക്കിലി ഇനിയും നന്നാവണമെന്നത് എന്റെയും കൂടി ആവശ്യമാണല്ലോ. കുമാർജിക്ക് ഒരു സെറ്റ് പഴയ എഴുത്തുകാരുണ്ട്. സ്ഥിരം അവരുടെ കഥകൾ, കവിതകൾ. പുതിയൊരു തലമുറ വളരുന്നുണ്ട്. അത് കാണുന്നില്ല എന്ന ഒറ്റ ആക്ഷേപമേ എനിക്കുള്ളൂ. കാലത്തിനനുസരിച്ച് നീങ്ങണം എന്നൊരു പോളിസി അഡോപ്റ്റ് ചെയ്യാൻ മാനേജിംഗ് എഡിറ്റർ എന്നുള്ള നിലയിൽ സാർ പുള്ളിയോടൊന്ന് പറയണം. ആരാ? ഏതോ ഒരു ജയദേവൻ മീറ്റിംഗ് സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. തിരക്കിലാണ്, പിന്നെ വരാൻ പറയട്ടെ. നിൽക്കും. അല്ല, ഇതാ ഞാൻ പോവായി. ഭാരതി, നിന്റെ ഏട്ടൻ നന്നാവില്ല. 2000 ഉറുപ്പ്യ ശമ്പളം ഒരു കാറും കൊടുക്കാമെന്ന് പറഞ്ഞു. വേണ്ടത്രേ. ആഫീസിൽ പിടിച്ച് കെട്ടിയിടണം സാർ. വരട്ടെ ഭാരതി. ഓ, ഞാൻ മനസ്സിലായി. വരൂ. ഇരിക്കൂ. ഇരിക്കൂ. ജന്മദേശത്തിന്റെ ഓഫീസിൽ ഒരു ഇന്റർവ്യൂവിന് വന്നതാ. അതിന് വന്നപ്പോ സാറിനെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. കഴിഞ്ഞ ഇന്റർവ്യൂ? ഇല്ല, വൈകുന്നേരം 3 മണിക്കാ. എന്താ ജോലി? പ്രൂഫിലാണ്. അവര് കുറച്ച് സബ് എഡിറ്റേഴ്സ് എടുത്ത് ട്രെയിൻ ചെയ്യുന്നുണ്ടല്ലോ. അതിന് ഡിഗ്രിക്കാരെ വേണമെന്നായിരുന്നു പരസ്യം. ഇതിലൊക്കെയും കവിതയാണോ? അല്ല, 5-6 ചെറുകഥകളുമുണ്ട്. ഒരു ചെറിയ നോവലും. സവ്യസാചിയാവാനാണോ ഭാവം? ചെറുകഥയാണോ, കവിതയാണോ, നോവലാണോ, ഏതാ വേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കണം. ഏതെങ്കിലും ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കണം. അതിൽ ഉറച്ചു നിന്ന് വർക്ക് ചെയ്യണം. സാഹിത്യത്തിലും സ്പെഷ്യലൈസേഷന്റെ കാലമാണ്.
വായിക്കാറുണ്ടോ? കുറച്ചൊക്കെ. ക്ലാസിക്സ് മുതൽ വായിച്ചു തുടങ്ങണം. വായനയിലും ഉണ്ട് ഒരു സ്പെഷ്യലൈസേഷൻ. പുറത്തു വന്ന എല്ലാ നല്ല പുസ്തകങ്ങളും വായിച്ചു തുടങ്ങാൻ ഒരു മനുഷ്യായുസ് പോരാ. ഒരു ഏരിയ തിരഞ്ഞെടുത്ത് വായിച്ചു തുടങ്ങണം. വല്ലതും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? ഇല്ല സാർ, ഇതുവരെ ഒന്നും അയച്ചു നോക്കിയിട്ടില്ല. പുതിയ പേരുകൾ കണ്ടാൽ ചവറ്റുകൊട്ടയിലിടുമെന്നാണ് പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ ഒരു ധൈര്യം വന്നിട്ടില്ല. കുറെ ഇമേജസ് കൂട്ടി ഘടിപ്പിച്ചതുകൊണ്ട് കവിതയാവില്ല. ആ സമ്മേളനത്തിലെ കവിത ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. കണ്ടന്റ് വേണം. നെരൂദയുടെ കവിതകൾ നോക്കിയിട്ടുണ്ടോ? ഓ സാർ. സാഹിത്യം മതി, പഠിപ്പ് വേണ്ട എന്ന് വിചാരിച്ചാണോ കോളേജ് വിട്ടത്? അല്ല സാർ, കഴിവുണ്ടായിരുന്നില്ല. വീട്ടിലാരൊക്കെ ഉണ്ട്? അങ്ങനെ ആരുമില്ല. അച്ഛൻ കുട്ടിക്കാലത്തെ മരിച്ചു. എനിക്ക് കണ്ട ഓർമ്മയില്ല. അമ്മ കഴിഞ്ഞ കൊല്ലത്തിൽ. ആ, ചായ കുടിക്കും. ഞാൻ നോക്കാം ഇതൊക്കെ. പിന്നീട് എപ്പോഴെങ്കിലും വരൂ. ഇതൊന്ന് നോക്കണം. സാറിന് സൗകര്യം ഉണ്ടാകുമ്പോൾ മതി. ഞാൻ വന്ന് ശല്യപ്പെടുത്തില്ല. അഡ്രസ് ചെയ്തൊരു കാർഡ് വെച്ചിട്ടുണ്ട്. ഒരു വരി കുറിച്ച് അയച്ചാൽ മതി, ഞാൻ വന്നോളാം. ഞാൻ പറ്റേ സാർ. അയാളെ സാഹിത്യം പഠിപ്പിക്കാൻ ഒരു സ്റ്റഡി ക്ലാസ് തുടങ്ങുമോ എന്നായിരുന്നു ഭയം. ഭ്രാന്ത് എത്ര ഡിഗ്രി ആയിട്ടുണ്ട് കക്ഷിക്ക്? ചേട്ടൻ ഇതൊക്കെ എന്തിനാ വാങ്ങിവെക്കുന്നത്? നിവർത്തിയില്ല കുട്ടി. അതൊരു ധാർമ്മികമായ ഉത്തരവാദിത്വമാണ്. ഒരുപാട് ചാരം ചികഞ്ഞാൽ ചിലപ്പോൾ ഒരു തീപ്പൊരി കണ്ടേക്കാമെന്ന് പ്രൊഫസർ നമ്പ്യാർ പറയാറുണ്ടായിരുന്നു. കക്ഷി ഭയങ്കര നെർവസ് ആയിരുന്നു. ആവും. പ്രൊഫസർ നമ്പ്യാരുടെ അടുത്ത് ഒരു ലേഖനം കാണിക്കാൻ ഞാൻ ആദ്യം ചെയ്യുന്ന എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നെർവസ് ആവണം. സാഹിത്യം പിള്ളേരുകളിയല്ല. വർഗീസ് സാർ പറഞ്ഞ ഉദ്യോഗം ഏൽക്കുന്നില്ലേ? ശമ്പളക്കാരനാവാൻ വയ്യാത്തത് കൊണ്ടാണ് പ്രൊഫസർ ഉദ്യോഗം രാജിവെച്ചത്. എനിക്കിനി വയസ്സുകാലത്തൊരു ഉദ്യോഗം. നേരെയാവില്ല. കുളിക്കുന്നില്ലേ? കുമാർജി, ഉറക്കമായോ? സോറി, ഒരു പയ്യൻ കൊണ്ടുവന്ന ഫസ്റ്റ് നോവൽ വായിച്ചു. അസലായിട്ടുണ്ട്. ഫസ്റ്റ് റേറ്റ് ടാലന്റ്. ഞാൻ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് കണ്ട ഏറ്റവും വലിയ വാഗ്ദാനം. ഒരു കുറിപ്പോടുകൂടി ഞാൻ അങ്ങോട്ട് കൊടുത്തയക്കാം. പിന്നെ നിങ്ങളുടെ പ്രൂഫ് റീഡേഴ്സിന്റെ സെലക്ഷൻ കഴിഞ്ഞോ? ഒന്നുമില്ല, ഈ പയ്യനും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ജയദേവൻ. ഞാൻ വർഗീസ് സാറിനെ ഒന്ന് വിളിക്കാം. എനിക്ക് ഇപ്പോഴൊന്നും ഉറക്കം വരില്ല. ഓക്കെ. എന്താ? ഒന്നുമില്ല, ആ പയ്യന്റെ ടാലന്റ് സൂപ്പർ. ഞാൻ ഇപ്പൊ തന്നെ എഡിറ്റർ കുമാർജി വിളിച്ച് പറഞ്ഞു. പാതിരിക്ക് ആളുകളെ വിളിച്ച് ശല്യപ്പെടുത്തണോ? വെറുതെ അല്ല, ചേട്ടൻ ഇത്തിരി വട്ടാണെന്ന് നാട്ടുകാർ പറയുന്നത്. ബുദ്ധിയുള്ളവർക്കൊക്കെ ശകലം ഭ്രാന്തുണ്ടാവും. നീ പോയി കിടന്നോളൂ. ഞാനിനി കിടന്നാലും ഉറക്കം വരില്ല. ഫാന്റാസ്റ്റിക്. എന്നോടുകൂടി ലോകം അവസാനിച്ചു എന്ന ധാരണ പഴയ തലമുറ തിരുത്തണം. ധാരാളം വാഗ്ദാനങ്ങൾ നമുക്ക് ചുറ്റും നിഷ്പക്ഷമതികൾക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന്, ഇപ്പോൾ ജന്മദേശത്തിൽ തുടർച്ചയായി വരുന്ന തണുത്ത സൂര്യൻ എന്ന നോവലിന്റെ കർത്താവായ ജയദേവൻ സമീപകാലത്ത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച വാഗ്ദാനമാണെന്ന് ഞാൻ പറയും. ചേട്ടൻ നല്ലത് പറഞ്ഞപ്പോ പിന്നെ ആളുകൾ തമ്മിൽ മത്സരമാണ് ജയദേവനെ പുകഴ്ത്താൻ. പയ്യൻ മിടുക്കനാ, നന്നാവും. ടാക്സി വന്നല്ലോ. കൃഷ്ണനാരെ, ഇതാ വന്നു. ഞാൻ വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച മടങ്ങും. അതിനിടയ്ക്ക് എവിടെ നിന്നും വിളിക്കാം.
നിനക്ക് വേറെ എന്തെങ്കിലും വാങ്ങേണ്ടതുണ്ടോ? കരാർ കടയിൽ നിന്ന് മുണ്ടും വെട്ടിയും അത് ഞാൻ മറക്കില്ല. അത് വേണമെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ചുമ്മാ നിന്റെ വക ഒരു സർട്ടിഫിക്കറ്റ് അവർക്ക് കൊടുത്താവും അല്ലേ? അതിനൊക്കെ സമയം ഞാൻ ഉണ്ടായിക്കോളാം. എന്താ? വർഗീസ് സാറിനെ വീട്ടിൽ ചെന്ന് കണ്ടു. അടുത്ത മാസം മുതൽ എഡിറ്റോറിയൽ ഡെസ്കിൽ ഇരുന്നോളാൻ പറഞ്ഞു, ട്രെയിനിയായിട്ട്. അത് നന്നായി. ഞാൻ ഈ ഡേ എക്സ്പ്രസിന് പോകുന്നു. എന്താ ഇത്? നോവലിന് പ്രതിഫലം തന്നു. ഞാൻ പ്രതീക്ഷിച്ചതല്ല. സ്റ്റാഫിൽപ്പെട്ടവരാകുമ്പോ സാധാരണ കുറവായിരിക്കും. അത് പതിവാണ് പത്രങ്ങളിൽ. തുടക്കത്തിൽ കിട്ടിയത് വാങ്ങി മിണ്ടാതിരിക്കണം. കുറഞ്ഞു പോയതിനല്ല, ഞാൻ ഇത് ചേട്ടൻ വച്ചാൽ മതി. എഴുതിയിട്ട് എനിക്ക് വല്ലതും കിട്ടുമെന്ന് ഞാൻ കരുതിയതല്ല. ഇത് ചേട്ടന് നിവേദ്യെന്നോ ഗുരുദക്ഷിണെന്നോ എന്താ പറയണമെന്ന് എനിക്കറിയില്ല. വെച്ചോളൂ. കാശ് ആവശ്യമാണ്, അലങ്കാരമല്ല. കിടന്നില്ലേ? വെറുതെ ഉറക്കം കളയണ്ട. സെഡേഷനിലാണ്. ഒരു 3 മണിക്കൂർ കഴിയും ഉണരാൻ. മിസ്റ്റർ ജയദേവൻ ഏത് റൂമിലാണ്? ICU 2nd floor. വിസിറ്റേഴ്സിനെ അലോ ചെയ്യുന്നില്ല. പേഷ്യന്റിന് എങ്ങനെയുണ്ട് സിസ്റ്റർ? ഉറക്കി കിടത്തിയിരിക്കുകയാണ്. മിസ്സിസ് ആണോ? അല്ല, ഞാൻ വിസിറ്റേഴ്സ് പാടില്ലെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിവരം അറിയാനാണെങ്കിൽ പുള്ളിയുടെ ബ്രദറിലോ അവിടെ എവിടെയെങ്കിലും കാണും. നിങ്ങൾ എവിടുന്നാ? ഭാഗ്യം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നാളെ വളരെ മോശമാണ്. ഡോക്ടറെ ഞാൻ സമ്മതിച്ചു പോയി. വെരി എഫിഷ്യന്റ്. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാൻ വരട്ടെ. രാവിലെ എല്ലാവരും താങ്ക്സ്. കുടുംബക്കാരെല്ലാം ഫോൺ വിളിച്ച് പറയാം. ആൺകുട്ടിയാണ്. ബാക്കി പേഷ്യൻസിനൊക്കെ രാവിലെ കൊടുത്തോളാം. 3.5 കിലോ വെയിറ്റ്. ഹെൽത്തി ബോയ്.